I will get her. I will get her. It's ringing. Hello. Premlata here? Hi. ഒരു പെണ്ണടാ. പെണ്ണോ? പറ, വേഗം പറ. ശബ്ദം മധുരം. ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ്. കട്ട് ചെയ്തടാ. അങ്ങനെ വിടാൻ പാടില്ല. ഐ വിൽ ഗെറ്റ് ഹർ. അപ്പോഴേ ഞാനൊരു പ്രസന്റേഷൻ തന്നില്ലേ, അതുപോലെ എനിക്കും. നോൺസെൻസ്. എന്താ എന്ത് പറ്റി? ഷട്ടപ്പ് പറഞ്ഞടാ. ശബ്ദം മധുര. സാരമില്ലടാ, പെണ്ണിന്റെ വയൽ നിന്നല്ലേ മധുരിക്കും. ഐ വിൽ ഗെറ്റ് ഹർ. It's still engaged. അവള് റിസീവർ താഴെ വെച്ചിട്ടുണ്ടാവും. അവളെ അങ്ങനെ വിടാൻ പറ്റില്ല. നാളെ പിടിക്കണം. Don't forget the number. 67653. 67653. ഹലോ. ആ, ഉഷയാണോ? സെയിം ടു യു. സുനിലോ? ഇപ്പൊ വിളിക്കാം. മോനെ, മോനെ സുനിൽ, എന്തൊരോർക്കാ മോനെ ഇത്? ദേ ഉഷ ലൈനിൽ നിൽക്കുന്നു. മമ്മിയാണ് മോനെ നെനപ്പിക്കുന്നത്. ജാനുവരി 1 അല്ലേ? ഹലോ, സുനിൽ സ്പീക്കിംഗ്. ആ, സെയിം ടു. ആ, നാളെ മറ്റോ ആകാം. ഓക്കെ. Hello. Premlata here? Oh, what a seductive voice. Sweet. ആരാ സംസാരിക്കുന്നേ? നിന്റെ ശബ്ദമാധുരിക്ക് ഒരു ഗിഫ്റ്റ്, ഒരു വിദൂര ചുംബനം. ഹലോ ഹലോ, കട്ടായടാ.
ഒരു മയവും ഇല്ലാതാന്നല്ലോടാ. ഇവളല്ല, ഇവളെക്കാൾ വലിയവൾ വീഴും. പിന്നല്ലേ പാവം പ്രേമലത. ഒന്നുകൂടെ നോക്കടാ. തെറി ഞാൻ തന്നെ കേൾക്കണം അല്ലേ? നീ അല്ലേടാ മോനെ ഹീറോ. ഒന്നുകൂടെ നോക്കടാ പായ. നിന്റെ ഒരു വെപ്രാളം. അവളെ നമുക്ക് എത്രയാ നമ്പർ? 67653. ഹലോ. മോളെ ഇനി വാ. ഹലോ. ഏയ് മോളെ. ഉണ്ടല്ലോ. ഓ വിളിക്കാം. കൊച്ചമ്മ മേലാത്ത സാവിത്രി കൊച്ചമ്മ വിളിക്കുന്നു. പോരെ. ഹലോ. അയ്യോ സോറി ട്ടോ, ഞാൻ കൊച്ചിന് ചോറ് കൊടുക്കായിരുന്നു. എപ്പോ വന്നു? ആ കോൾ അടിച്ചു. ആര്? ചേട്ടനോ? ചേട്ടൻ എപ്പോഴും ടൂറിലാണല്ലോ. വല്ലപ്പോഴും ഇവിടെ ഉണ്ടായ ഭാഗ്യം. പിന്നെ മോളുള്ളതുകൊണ്ട് ബോറടി അറിയുന്നില്ല. അവളും കോൺവെന്റിൽ പോയ പിന്നെ വീണ്ടും തനിച്ചായി. രണ്ടുപേരും കൂടെ ഒരു ഇങ്ങോട്ട് വാ. വെക്കട്ടെ. എന്താടാ പറയണ്ടേ? നീ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയടാ. റെഡി ആയിട്ടിരിക്കാൻ പറ. ഞാനേ അങ്ങോട്ട് വരികയാണ്. നീ റെഡി ആയിരിക്ക. റെഡി എന്ന് പറഞ്ഞാൽ നിന്റെ ബർത്ത്ഡേ സ്വീറ്റിൽ പിറന്ന പോലെ. ഹലോ, ഹോട്ടൽ മെട്രോ. മിസ്റ്റർ ജയകുമാറിനൊന്ന് കണക്ട് ചെയ്യാമോ? പുറത്തു പോയിരിക്കണോ? വന്നാ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പറയണം. മിസ്സസ് ആണ്, അത്യാവശ്യ കാര്യമാണ്. ആര്? പിന്നെ എൻഗേജ്ഡ്. ഓ, ഇപ്പൊ വിളിച്ചതും അയാൾ തന്നെയാണെന്ന് ഉറപ്പാണോ? ശരി, നിങ്ങൾ അപ്സെറ്റ് ആകാതെ ഞാൻ ഉടനെ വേണ്ടത് ചെയ്യാം. നിങ്ങളുടെ അഡ്രസ് ഒന്ന് പറയൂ. ശരി. ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകൾ കാണുമ്പോ മനസ്സിൽ പേടിയാ. ഇവിടെ ഞാനും മോളും മാത്രമേ ഉള്ളൂ. ധൈര്യമായിരിക്കെ. എന്തായാലും പോലീസിന്റെ സഹായം എപ്പോഴും ഉണ്ടാവും. ഒരു നിസ്സാരമായ ഫോൺ കോൾ ആണെന്ന് പറഞ്ഞ്
ഞങ്ങൾക്ക് തള്ളിക്കളയാവുന്ന ഒരു കേസല്ലിത്. ഒരുപക്ഷെ റേപ്പ് സംഘത്തിൽപ്പെട്ട ആരുടെയെങ്കിലും വേലയാകും. കുറച്ചു കാലമായി വളരെ വിദഗ്ധമായ രീതിയിൽ അവർ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിന് എന്താ ജോലി എന്ന് പറഞ്ഞത്? ഗ്വാളിയറിന്റെ മാർക്കറ്റിംഗ് മാനേജറാ. കൂടുതൽ സമയം ടൂറിലായിരിക്കും. കോള് ട്രേസ് ചെയ്യാൻ പറ്റുമോന്ന് ഒന്ന് നോക്കട്ടെ. ഇനി മറ്റൊരു കാര്യം, ഒരല്പം വിഷമമുള്ളതാണ്, എങ്കിലും ചെയ്തേ പറ്റൂ. ഇനി ഫോൺ വരുമ്പോ കുറേ നേരം അയാളെ സംസാരിക്കാൻ അനുവദിക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾ ഫോൺ താഴെ വെക്കാതിരിക്കുക. അയാൾ എന്ത് വേണമെങ്കിൽ പറയട്ടെ, കാര്യമാക്കണ്ട. മാത്രമല്ല, നിങ്ങൾക്ക് അയാൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന രീതിയിൽ റിയാക്ട് ചെയ്യുകയും വേണം. എങ്കിലേ അയാൾ വീണ്ടും വിളിക്കൂ. ഓരോ തവണ വിളിക്കുമ്പോഴും ഫോൺ എടുക്കണം, സംസാരിക്കുകയും വേണം. പിന്നെ കണ്ടുപിടിക്കുന്ന കാര്യം എളുപ്പമായി. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ ജോലി എളുപ്പമാവൂ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ശരി. ആ, മോളല്ലേ? എന്താ മോടെ പേര്? ഇന്ദു. ഇന്ദു ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? UKG. മെഡിക്ക്. വരട്ടെ. ആ, മോൾ എടുക്കണ്ട. ആ, ഫോൺ എടുക്ക്. എടുക്ക്. എന്റെ കരളിന്റെ കുളിരെ, നീ ഒരു പ്രണയ മന്ദാര സിന്ദൂര പുഷ്പമാണ്. നീ ഇല്ലാത്ത ജീവിതം എനിക്ക് സഹാറ മരുഭൂമി പോലെയാണ്. പ്രാണനാഥേ, നിന്റെ നഗ്നമേനിയുടെ വടിവുകളും തുടിപ്പുകളും സ്വപ്നം കണ്ട് എത്രയെത്ര രാത്രികളാണെന്നോ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുള്ളത്. നീ എന്റെ പ്രേമം അറിയാത്തത് എന്താണ് പ്രിയേ? നീ എന്റെ... അവൾ ഫോൺ കട്ടിയിട്ടില്ലടാ. എന്റെ സാഹിത്യം അവൾക്ക് സൂഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ചങ്ങമ്പുഴയുടെ രമണനാണ്. ഷേക്സ്പിയറിന്റെ റോമിയോ ആണ്. ഒമർ ഖയാമിന്റെ അരുമ ശിഷ്യനാണ്. ഇതാ പെട്ടെന്ന് മൈ ഡാർലിംഗ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തേക്ക്. കമോൺ.